എൻ്റെ പേര് മീര. 2024 മാർച്ചിൽ ഞാനിവിടെ റേസിനെ പറ്റി അറിഞ്ഞു. എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത്. എന്താ ഇവിടേക്ക് എവിടെ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഇച്ചിരി മാർക്കിന് പോകുമ്പോൾ എന്തോ എനിക്ക് കിട്ടത്തില്ല എന്നുള്ള വിഷമമായിരുന്നു. ശേഷം എങ്ങനെ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഇത് എന്തായാലും കഷ്ടപ്പെട്ടു 2-3 വർഷം കളഞ്ഞു. ഇനിയും വേറൊരു ഓപ്ഷൻ ഇല്ല എനിക്ക്. എല്ലാവർക്കും അറിഞ്ഞാൽ ഇതിന് പഠിക്കുവാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആവുന്നുണ്ടോ, എന്തെങ്കിലും ആവുന്നു, ഒന്നും ആവണമില്ല. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും പഠിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളൊരു ആഗ്രഹം തോന്നും. കാരണം നമ്മൾ വെറുതെ ഇരിക്കത്തില്ല. കാരണം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. ഫുൾ ടൈം പഠിക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവുന്ന ടൈപ്പ്. എനിക്ക് ഫുൾ ടൈം പഠിച്ചു കഴിഞ്ഞാലിട്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് വരും. ഞാൻ ഇപ്പം കുറച്ച് നേരം പഠിക്കും, കുറച്ച് നേരം പിന്നെ കുറച്ച് നേരം ഫ്രീ ആവും. ഇവിടെ ആകുമ്പോഴത്തേക്കും PV വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം ഒരുമിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മടുപ്പ് അറിയത്തില്ല. ഡിഗ്രി പാസ്സായ സമയത്ത് എൻ്റെ പപ്പ മരിച്ചുപോയി. അപ്പം ഇത് MBAക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം എൻ്റെ വീട്ടിലില്ലായിരുന്നു. പെട്ടെന്ന് ജോലിക്ക് കയറാമെന്ന് വിചാരിച്ച് ഞാൻ ബാങ്ക് ജോലി തിരഞ്ഞെടുത്താണ്. എൻ്റെ പേര് മീര. ഞാൻ 2021 ഡിഗ്രി പാസ് ഔട്ടാണ്. ഞാൻ ഈ ബാങ്ക് ജോലി തിരഞ്ഞെടുക്കാൻ കാര്യം തന്നെ പെട്ടെന്നൊരു ജോലി വേണമെന്നതിൽ ഞാൻ എടുത്തതാണ്. പക്ഷേ ഈ കൂടുതൽ പഠിച്ചു തുടങ്ങിയാൽ മനസ്സിലായി ഇത് കുറച്ച് നല്ല പാടുള്ള കാര്യമാണ്, പഠിച്ചെടുക്കാനായിട്ടും പാടാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഫസ്റ്റ്ലി എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബാങ്കിൽ കയറുക, അല്ലെങ്കിൽ MBA ഗ്രാജുവേറ്റ് ആവുക, അവിടുന്ന് ജോലി കയറുക എന്നുള്ളതായിരുന്നു. ഡിഗ്രി പാസ്സായ സമയത്ത് എൻ്റെ പപ്പ മരിച്ചുപോയി. അപ്പം ഇത് MBAക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം എൻ്റെ വീട്ടിലില്ലായിരുന്നു. ഓൾറെഡി ഫിനാൻഷ്യൽ മാറ്റേഴ്സും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പുറത്ത് ബാങ്ക് ജോലി തിരഞ്ഞെടുക്കാം, ബാങ്കിൽ തന്നെ കയറാം എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ സപ്പോർട്ട് ചെയ്യണമല്ലോ. ഒരു അമ്മ, ചേച്ചിയുണ്ട്, ഒരു അനിയനുണ്ട്, പിന്നെ അമ്മ. അപ്പം വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ജോലിക്ക് കയറാമെന്ന് വിചാരിച്ച് ഞാൻ ബാങ്ക് ജോലി തിരഞ്ഞെടുത്താണ്. പക്ഷേ ചെന്ന് കിട്ടപ്പോൾ മനസ്സിലായി ഇച്ചിരി പാടാണ്, പഠിച്ചെടുക്കാൻ പാടാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പക്ഷേ വിട്ട് കളഞ്ഞില്ല. ഞാൻ പയ്യെ പഠിച്ച് കയറാമെന്ന് വിചാരിച്ച് എൻ്റെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിക്കാൻ വേണ്ടി കയറി. പഠിച്ച് തുടങ്ങി. അങ്ങനെ ആദ്യത്തെ വർഷമൊന്നും ഞാൻ പ്രിലിംസ് ഒന്നും പാസ്സായില്ല. സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ POയും SBIയും പ്രിലിംസ് പാസ്സായി. പക്ഷേ മൂന്നാമത്തെ വർഷമായപ്പോഴത്തേക്കും എല്ലാ പ്രിലിംസ് എല്ലാം എനിക്കിങ്ങനെ 2-3 മാർക്കിനൊക്കെ പോകുമായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര മടുത്തു പോയായിരുന്നു. ഇത് വേണ്ട, നിർത്തിയേക്കാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എൻ്റെ പേരൻസ് പറഞ്ഞാൽ നിനക്ക് പറ്റും, നീ പഠിക്കാൻ പറ്റും, നീ പഠിച്ചെടുക്കുക എന്ന് പറയുമായിരുന്നു എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ. പിന്നെ ഫ്രണ്ട്സും പറയുമായിരുന്നു ഈ വിട്ട് കളഞ്ഞാൽ പിന്നെ കയറി വരാൻ പാടായിരിക്കും, അതായിരുന്നു ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ കുറേ പേര് എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. ഞാൻ അങ്ങനെ കഴിഞ്ഞ 2024 മാർച്ചിൽ ഞാനിവിടെ റേസിനെ പറ്റി അറിഞ്ഞു. എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞ് ഇവിടത്തെ പറ്റി അന്വേഷിച്ച് വിളിച്ച് ചോദിച്ചു. ഇവിടെ ആകുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ചും കൂടെ ഡിസ്ട്രാക്ഷൻസ് ഫ്രീ ആയിട്ട് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ വന്ന് അടുത്ത ഒരു വർഷം ഞാൻ എങ്ങനെയും കയറണം എന്ന് ചിന്തിച്ച് തന്നെ വന്നു. കാരണം കഴിഞ്ഞ മാർച്ച് കയറി എങ്ങനെയും RRB അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന് കയറണം എന്ന രീതി തന്നെയാണ് വന്നത്. അപ്പം 6 മന്ത് കോഴ്സ് ഞാൻ ഇവിടെ എടുത്തത്. 6 മന്ത് കോഴ്സ് അപ്പോൾ മാർച്ച് തൊട്ട് ഒരു ജൂൺ ജൂലൈ വരെ ഞാൻ നന്നായിട്ട് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി, ക്ലാസ്സിനൊക്കെ പോയി കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പഠിക്കുന്നതാണ്, നമുക്ക് പഠിക്കാനുള്ളൊരു ആഗ്രഹം തോന്നും. കാരണം നമ്മൾ വെറുതെ ഇരിക്കത്തില്ല. കാരണം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവരും പഠിക്കുന്ന പഠിക്കണമെന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവർ പഠിക്കണമല്ലോ, നമുക്ക് പഠിക്കണമല്ലോ എന്ന ചിന്തയും നമ്മൾ പഠിച്ചു പോകും, നമ്മൾ അറിയാതെ തന്നെ. അതാണ് മെയിൻ കാര്യം ഇവിടെ വന്നു കഴിഞ്ഞുള്ള കാര്യം. പിന്നെ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ്, ഫുൾ ടൈം നമുക്ക് ലാബ് യൂസ് ചെയ്യാം. അത് തന്നെ മെയിൻ കാര്യം. നമുക്ക് മോക്ക് അടിക്കാൻ വേണ്ടിയിട്ടും അനലൈസ് ചെയ്യാനും ക്ലാസ്സിൽ കാണാണ്ടിരിക്കാൻ നമുക്ക് ഫുൾ ടൈം ലാബ് വേണമല്ലോ. അപ്പം അതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. പിന്നെ എന്തെങ്കിലും സംശയം ഒരുമിച്ച് പഠിക്കണോ, ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. രാത്രിയിലൊക്കെ നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. നമുക്ക് ഒരുമിച്ചിരുന്ന് സെൽഫ് സ്റ്റഡിക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ. കാരണം നമുക്ക് പഠിക്കാൻ ലാബ് ഉണ്ട്. ഇപ്പം അല്ലാതെ ലാബല്ല, നമുക്ക് തന്നെ പഠിക്കണമെങ്കിൽ ക്ലാസ് റൂം ഫെസിലിറ്റീസ് ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണേ അത് പഠിക്കാം. ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മെയിൻ സംഭവം ലാബ് ഫെസിലിറ്റിയാണ്. നമുക്ക് വേറെ എവിടെ നമുക്ക് അത് കിട്ടത്തില്ല. നമുക്ക് ഇവിടെ നമുക്ക് എത്ര നേരം വേണം നമുക്ക് ലാബ് യൂസ് ചെയ്യാം, പഠിക്കാം, മോക്ക് അടിക്കാം. അതാണ് ഏറ്റവും കൂടുതൽ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തെ ലാബ് ഫെസിലിറ്റിയാണ്. പിന്നെ മെന്റേഴ്സ് ആണ് എപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് എന്ത് സംശയം ചോദിച്ചാൽ നമുക്ക് അവരൊക്കെ പറഞ്ഞു തരാനൊക്കെയായിട്ട് മെന്റേഴ്സ് നമുക്ക് ഒത്തിരി അവൈലബിൾ ആണ്. അതപ്പം അവർ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സംശയങ്ങളൊക്കെ ഞാൻ അവരോട് നിന്ന് ചോദിക്കും. അങ്ങനെ സെൽഫ് സ്റ്റഡി വഴി തുടങ്ങി. അങ്ങനെ പഠിച്ച് ഞാൻ RRB തൊട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ RRB PO പ്രിലിംസ് കയറി. പിന്നെ പയ്യെ അങ്ങനെ ഓരോരോ എക്സാമുകൾ ഓരോ പ്രിലിംസും കയറാൻ തുടങ്ങി. ഞാനിങ്ങനെ ഫുൾ ടൈം പഠിക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവുന്ന ടൈപ്പ്. എനിക്ക് ഫുൾ ടൈം പഠിച്ചു കഴിഞ്ഞാലിട്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് വരും. ഞാനിപ്പം കുറച്ച് നേരം പഠിക്കും, കുറച്ച് നേരം പിന്നെ കുറച്ച് നേരം ഫ്രീ ആവും. ഇവിടെ ആകുമ്പോഴത്തേക്കും PV വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മടുപ്പ് അറിയത്തില്ല. പിന്നെ ഞാൻ ഒരു രാവിലെ എണീറ്റ് പഠിക്കും, പിന്നെ കുറച്ച് നേരം എല്ലാവരുടെ ഫ്രണ്ട്സായിട്ട് ഇതാവും, പിന്നെയും പഠിക്കും. അങ്ങനെ കുറച്ച് അങ്ങനെ
ബ്രേക്ക് എടുത്ത് ഞാൻ പഠിക്കും. ഫുൾ ടൈം ഇങ്ങനെ പഠിത്തം എനിക്ക് റെഡി ആവത്തില്ല. ഞാൻ കുറച്ച് ഇതായിട്ടാണ് പഠിക്കണേ. ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ്. കാരണം ഓരോരോ എക്സാം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടാണ്, നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. നമ്മളും ഓരോന്ന് വേണ്ടെന്ന് വെച്ചൊക്കെ പഠിക്കുക. അപ്പം അത് കിട്ടാതെ വരുമ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും സങ്കടമായത് ഓരോ പ്രിലിംസ് എനിക്ക് പോയിന്റിന് പോകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം 5 മാർക്ക് കുറച്ച് 2-3 മാർക്കൊക്കെ പോകുമ്പോഴത്തേക്കും എവിടെ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഇച്ചിരി മാർക്കിന് പോകുമ്പോൾ എന്തോ എനിക്ക് കിട്ടത്തില്ല എന്നുള്ള വിഷമമായിരുന്നു. പിന്നെ എനിക്ക് പക്ഷെ എങ്ങനെ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഇത് എന്തായാലും കഷ്ടപ്പെട്ടു 2-3 വർഷം കളഞ്ഞു. ഇനിയും വേറൊരു ഓപ്ഷൻ ഇല്ല എനിക്ക്. ഇനിയും PGക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല. പിന്നെ വേറെ എനിക്ക് എങ്ങനെ ഇത് കേൾക്കണം, എല്ലാവർക്കും അറിയാം ഞാൻ ഇതിന് പഠിക്കുവാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആവുന്നുണ്ടോ, എന്തെങ്കിലും ആവുന്നു. പക്ഷെ ഒന്നും ആവണമില്ല. അപ്പോൾ അവരുടെ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ ഇത് നേടിയെടുക്കണം എന്നൊരു ഇതിന് ഞാൻ പഠിച്ചതാണ്. ക്വാണ്ടാണ് എനിക്ക് ഏറ്റവും പാട്. ക്വാണ്ടാണ് റീസണിങ് പിന്നെയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പിന്നെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. പക്ഷെ ക്വാണ്ട് എനിക്ക് എത്ര പഠിച്ചിട്ടും ഒന്നും ആവണില്ലായിരുന്നു. ക്വാണ്ടാണെങ്കിൽ ഏറ്റവും കൺസെപ്റ്റ് മനസ്സിലാവുന്ന ക്വാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്വാണ്ട് ഇവിടെ വന്നിട്ടാണ് കുറച്ചും കൂടി PV വന്നിട്ടാണ് ഞാൻ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി റെഡിയാക്കി എടുത്തത്. സ്പീഡ് എനിക്കുണ്ട്, പക്ഷെ സ്പീഡ് ഉണ്ട്, പക്ഷെ കൺസെപ്റ്റ് അറിയാത്തൊരു കുഴപ്പമായിരുന്നു എനിക്ക് വന്നത്. അതൊക്കെ ഇവിടെ വന്നിട്ടാണ് മനസ്സിലാക്കി. കൺസെപ്റ്റ് അറിയാൻ കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ വന്നപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ക്വാണ്ട് എങ്ങനെയും കുറെ ക്വസ്റ്റ്യൻസുകളെല്ലാം പ്രാക്ടീസ് ചെയ്ത് കുറെ മോക്ക് തന്നെ ഞാൻ കൂടുതൽ അടിച്ചിട്ടുണ്ട്. മോക്കുകൾ അടിച്ചടിച്ചാണ് ഞാൻ മാക്സിമം സ്പീഡ് കയറ്റി പിന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുത്തതും എല്ലാം ചെയ്തത്. അങ്ങനെ ഞാൻ RRB PO ക്ലിയർ ആയി. പിന്നെ IBPS ക്ലർക്ക്, IBPS PO, അങ്ങനെ ഓരോ പ്രിലിംസ് കയറാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ IDBI ESOയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അതിന് അപ്ലൈ ചെയ്ത് അത് കിട്ടുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഈ IDBI ഭയങ്കര പാടാണ്, നേരത്തെ എഴുതിയവരൊക്കെ ഭയങ്കര പാടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പുറത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അതിന് മുന്നേ വന്നപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല, പാടാന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തില്ലായിരുന്നു. അങ്ങനെ ഇപ്പോഴൊന്ന് കൊടുത്തേക്കാന്ന് വിചാരിച്ച് ചുമ്മാ ഞാൻ അങ്ങനെ കൊടുത്തതാണ്. കിട്ടുമെന്നുള്ള ഉറപ്പൊന്നുമില്ല, ചുമ്മാ ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ IDBI ഞാൻ എക്സാം എഴുതി. ആ എക്സാം ക്ലിയർ ആയി. പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ഞാൻ പഠിച്ചു. അങ്ങനെ അതും ക്ലിയർ ആയി. അങ്ങനെ ഇപ്പം ഞാൻ IDBI ESO ആയിട്ട് ഞാൻ കയറാൻ പോവാണ്. ഇവിടെ കോട്ടയം ബ്രാഞ്ചിലേക്ക് ഞാൻ ഇവിടെ കയറുവാണ്. നമുക്കിവിടെ പറ്റാതെ ഒന്നുമില്ല. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യും. ചിലപ്പം താമസം ഉണ്ടാവും, ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് താമസം ഉണ്ടാവും. പക്ഷെ നമ്മളത് മനസ്സിലാക്കി എവിടെയാണ് നമ്മുടെ തെറ്റുകൾ എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ മാക്സിമം നന്നായിട്ട് പഠിച്ച് കിട്ടാവുന്ന എല്ലാം കിട്ടും നമുക്ക്. അപ്പോൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക, വിട്ട് കളയിരിക്കുക. ഇത് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ള ചിന്തയിൽ ചെയ്യുക. വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന നഴ്സിംഗ് പോകാനായിരുന്നു, പക്ഷെ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ വന്ന സമയത്ത് കുറച്ച് കൊമേഴ്സ് ഫീൽഡിലേക്ക് കുറച്ചും കൂടെ സ്കോപ്പ് ഉള്ള ഒരു സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് എങ്ങനെയും CAക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് CAക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഇതിൽ ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചത്. നഴ്സിംഗ് ഒക്കെ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം ചേച്ചി ഉള്ള നേഴ്സാണ്. അപ്പോൾ അതിന്റെ കഷ്ടപ്പാടോ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഓൾറെഡി നേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വേറെ നല്ല ഫീൽഡിലേക്ക് കയറി കുറച്ച് മെച്ചപ്പെടാൻ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിലേക്ക് വന്നത്. അച്ഛയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ജോലിക്ക് എവിടെ സെറ്റിൽ ആവുമോ, ഫ്യൂച്ചർ എങ്ങനെ ആവും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് തിരുത്താൻ പറ്റി. കാരണം ഞാൻ അത് നേടിയെടുത്തു. ഈ ഒരു ജോലിക്ക് നേടിയെടുത്തു. ഈ ഒരു ജോലി ഫസ്റ്റിൽ കിട്ടിയപ്പോൾ തന്നെ വീട്ടുകാർ, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഓരോ എക്സാമിന് പോകുമ്പോൾ അമ്മ ചോദിക്കും എന്തെങ്കിലും ആയോ, എന്ത് റെഡി, ഇത് കിട്ടുമോ. പക്ഷെ എനിക്ക് അപ്പോഴത്തും എനിക്ക് അറിയത്തില്ല ഇത് കിട്ടുമോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇത് കിട്ടിയപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും സന്തോഷം അനിയനും ചേച്ചി അമ്മയായിരുന്നു. കാരണം അവർക്ക് ഞാൻ ഒന്ന് സെറ്റിലായി കാണാൻ അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 2-3 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കും, ഓരോ എക്സാമിന് പോകും, ഒന്നും ആവണില്ല ഒന്നും. അപ്പൊ അവർക്കൊരു, പക്ഷെ അതിൻ്റെ അടുത്ത് പുറമെ കാണിക്കാറില്ല, പക്ഷെ അത് അവർക്ക് ഉള്ളിൽ കാണുമായിരിക്കും ഞാൻ ഒന്നും ആവണില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതെല്ലാം എനിക്ക് തിരുത്താൻ പറ്റി. കാരണം അവരുടെ അടുത്ത് അവർ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യം അവരുടെ അടുത്താണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കും ഒക്കെ ഒത്തിരി ഹാപ്പിയായി ഞാനിങ്ങനെ ഇത് കയറി എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും. അവർക്കും ഒത്തിരി സന്തോഷമായി. എൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത്. 2 ഡ്രീം ജോബ് ഉണ്ടായിരുന്നു. എനിക്ക് MBA ഗ്രാജുവേറ്റ് ആയി അങ്ങനെ ജോലിക്ക് പോകുക, അല്ലെങ്കിൽ ബാങ്കിൽ കയറുക. MBA എനിക്ക് പറ്റാതെ വന്നു, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡ്രീം ജോബ് അതായത് എനിക്ക് എങ്ങനെ കഷ്ടപ്പെട്ടാലും പഠിച്ചിട്ട് ഇത് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒറ്റ ലക്ഷ്യം. ഞാൻ ഫസ്റ്റിലേ പഠിച്ച മാർവൽ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് തിരുവല്ലയിൽ. ആ സാറാണ് എന്നെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാനായിട്ടും പുള്ളി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ആണ് എന്നെ സ്പീഡൊക്കെ റെഡിയാക്കി എടുത്ത പുള്ളിയായിരുന്നു. പുള്ളിയുടെ തന്നെ ആദ്യം ഞാൻ താങ്ക്സ്. ഞാൻ ഇതിലേക്ക് കയറുന്ന തന്നെ കാര്യം പുള്ളിയാണ് എന്നെ ഇന്നും റെഡിയാക്കി എടുത്തതിന് പുള്ളിയാണ്. പിന്നെ ഞാൻ PV വന്നാൽ പിന്നെ ഇവിടെയുള്ള മെന്റേഴ്സ് RMS സാറ്, കാർത്തിക് സാറ്, അഞ്ജന മിസ്, പിന്നെ അനഘ മിസ്, ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും മോണിസേഷനൊക്കെ RMS സാറിനെയും കാർത്തിക് സാറിനെയും ഒക്കെ ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരുന്നു. കാരണം സാറൊക്കെ നമ്മളെ പഠിപ്പിച്ച് നമ്മളെ ഓർമ്മ നിൽക്കുന്ന പോലെ പഠിപ്പിക്കുന്ന RMS സാറൊക്കെ അതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് അതൊക്കെ ഒത്തിരി ഇതിലേക്ക് എത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ സക്സസിലേക്ക്.